പേ വരുമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണാൻ വന്നില്ല. ഒരെണ്ണം എന്റെ ഭർത്താവിനെ കാണാൻ ഇപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ വല്ലവന്റെ വീട്ടിൽ പോയിട്ട് പത്തങ്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്തടുത്ത് പോവുക പട്ടിക്ക് പാല് കൊടുക്കാൻ. ഒരൊറ്റ കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നു സാറേ, ഒന്നുമില്ലായിരുന്നു. അറിയാവോ, 9 മാസം ആയത്. ഈ മാസം 5-ാം തീയതി 9 മാസം ആവും. പഞ്ചായത്തിന്റെ അടുത്ത് വെച്ച് പട്ടി അടിച്ചത്. അവര് ചെറിയ പട്ടി അടിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് പുറകോട്ട് മാറ്റി. വീണ്ടും വന്ന് അയാൾ കാലെ കപ്പി, ഇയാളെ കാല് കഴുകിയിട്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തതാ. ഞാൻ മലപ്പുറത്തൊരു വീട്ടിൽ നിന്നപ്പോൾ എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു. പോയി ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തെന്നും പറഞ്ഞു. 2 പിള്ളേരെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുമായിരുന്നു. അയാള് പെട്ടെന്ന് തടിപ്പണിക്ക് പോയിട്ട് പെട്ടെന്ന് ദേഹത്തൊരു വെല്ലായ്മ വന്ന് ആശുപത്രിയിൽ പോയി കാണിച്ചപ്പോഴാ പറഞ്ഞത് പേയുടെ ഇതാന്ന് പറഞ്ഞു. ഒന്നും കിട്ടിയിട്ടില്ല സാറേ, ഒന്നും കിട്ടിയിട്ടില്ല. ഹെൽത്തുകാര് സാറന്മാര് വന്നു, കുറെ പേര് വന്നു. നിങ്ങൾ എഴുതി കൊടുക്കണം, പറയണം എന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്തിലെ ആൾക്കാർ. എന്റെ വാർഡിലെ മെമ്പർ മാത്രമേ ഉള്ളൂ ഏക ഒരു വരുമാനം ഞങ്ങൾക്ക്, സുനി മെമ്പർ. അത് വന്ന് അന്വേഷിക്കുകയും പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞ വിധവാ പെൻഷൻ എഴുതി കാര്യം എഴുതി കൊടുക്കും പറഞ്ഞു. എനിക്ക് വേണ്ട മെമ്പറെ പറഞ്ഞില്ല, എഴുതി കൊടുക്കും. ബിന്ദു ഞാൻ സാറ് മാറിക്ക് വണ്ടി വരുന്നു. മക്കള് 2 പേരും പഠിക്കുക. ഒരാൾ പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്നു. വീടുണ്ട് സാറേ, എല്ലാം സാറേ ഇതുപോലെ മണ്ണ് പോലെ കിടക്കുക. അതിനുമ്പോട്ടെല്ലാം ചെയ്തു വെച്ചിട്ട് അയാൾ പോയത്. ഷെഡിനകത്തായിരുന്നു. കനാല് പറമ്പേക്ക് താമസിക്കുമായിരുന്നു. മൂസന്റെ വസ്തു പഞ്ചായത്തിൽ നിന്ന് കിട്ടി. അതിലെല്ലാം അത്രയൊക്കെ ഞങ്ങൾക്ക് കയറി കിടക്കാനുള്ള ഇടം തന്നിട്ടാണ് എൻ്റെ അണ്ണൻ പോയത്. ഇന്നലെ കുറെ പേര് വന്നല്ലോ. ഈ സ്കൂളിൽ പഠിക്കുക ഒരൊറ്റ സാറുമാരുണ്ടല്ലോ, പേ വരുമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണാൻ വന്നില്ല. ഒരെണ്ണം എന്റെ ഭർത്താവിനെ കാണാൻ ഒരെണ്ണം. ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ സ്കൂളിൽ ചെന്ന് വഴക്കുണ്ടാക്കിയതാ. ഞാൻ പറഞ്ഞു ഇങ്ങനെയാന്ന് ഒരു സ്കൂളിൽ, അത് ഹെൽത്ത് സാറുമാര് പറഞ്ഞു പേ വരുമെന്ന്. ഇപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ വല്ലവന്റെ വീട്ടിൽ പോയിട്ട് പത്തങ്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്തടുത്ത് പോവുക പട്ടിക്ക് പാല് കൊടുക്കാൻ. അത് ലാഭാ. ഞാൻ വാക്സിൻ എടുത്ത എനിക്ക് ഒരു പേടിയില്ല. ഞാനാ അതിനെ വളർത്തുന്നത്. സാറ് വന്ന് കാണണം അതിന്റെ സ്നേഹം. അതിന്റെ കാല് മൊത്തവും കൂടെ അണ്ടഴുകി പുഴുവാടുക. ഞാൻ ചെന്ന് വിളിക്കപ്പോഴേ ഡോറ എന്നാ പേര് എന്ന് വിളിക്കപ്പോഴേ അത് വരും. അതിന് മരുന്ന് വെച്ച് കൊടുത്ത് ഭയങ്കര ഇഷ്ടം സാറേ. മനുഷ്യനേക്കാൾ സ്നേഹമില്ലേ അതിന്. അത് കടിക്കുന്നതല്ല സാറേ, അത് കടിക്കുന്നതല്ലെന്ന്. ലാഭോ വലിയ പട്ടി ഇല്ലയോ ആ പട്ടിയാ. സാറിനെ കളിയാക്കണ്ട, കളിയാക്കല്ലേ. അല്ല സാറേ, ഞാൻ അങ്ങനെ അതിനെ നോക്കാൻ പോവാ. ഞാൻ ഇപ്പൊ ആ വീട്ടിലെ തന്നെ ജോലി ചെയ്യുന്നത്. ആ പട്ടിയെ നോക്കാൻ അങ്ങോട്ട് പോവാ. കൊച്ചു വിളിച്ചു പറഞ്ഞ ചേച്ചി അതിന് പോയി മരുന്നും വെച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാം. അതിന് പോവാ. അത് BSc നേഴ്സാണ്. ഞാൻ കഷ്ടപ്പെട്ടില്ല ജീവിക്കൊത്തുള്ളൂ സാറേ. പട്ടിയുടെ ജോലി പറഞ്ഞാൽ ചെയ്തില്ലേ പറ്റൂ. തീട്ടൊക്കെ വരാൻ പറഞ്ഞാൽ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പോവാ. ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് പോവാ സാറേ. അവര് സഹായിക്കും എന്നെ. പിന്നെ 600 ഉള്ളു സാറേ ശമ്പളം. ഈ 600 ശമ്പളം കിട്ടുന്നത് ഒരു 500 ആയിട്ട് കിട്ടുവാന്നോ. 5 കിലോ അരിയും മേടിച്ച്. ഇനിയിപ്പോ 10ാം ക്ലാസ്സിലാണ് ഇളയവൻ. അതിനെ ട്യൂഷന് വിടണം, അതിനെ പഠിപ്പിക്കണം. എല്ലാം കൊണ്ട് സ്ഥിതിയാ സാറേ. ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നുക സത്യം പറഞ്ഞ. മക്കളൊന്നും വരത്തില്ല സാറേ. അവരൊക്കെ നോക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജോലിക്ക് പോകുന്നില്ല സാറേ. എന്തെങ്കിലും ജോലിക്ക് വിടണം. മൂത്താള് പഠിക്കാൻ പോകാത്ത കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഈ സിവിൽ എഞ്ചിനീയർ വരെ പഠിച്ച സാറേ. പിന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ വിടാതിരിക്കുക. അയാൾ പോകുന്നില്ലാന്ന് വേണ്ടി ഇരിക്കുവോ സാറേ. ഇപ്പൊ എന്ത് ചെയ്യാനാ.